അമ്മ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എല്ലാവർക്കും. ഇത് പ്രത്യേകിച്ച് എന്നോടൊരു വാശി തീർക്കും പോലെയാണ് തോന്നുന്നത്. ഇവൻ എന്നെ സാരി എടുക്കാൻ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പാചകം ചെയ്യുമ്പോൾ സാരി എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമ്മ സാരി തന്നെ കൊടുക്കണ്ടായിരുന്നത്. അതുകൊണ്ടൊരു ഗുണമുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. അവിടുത്തെ ക്ലൈമറ്റ് പറ്റിയായിരുന്നു. അതെ, മീൻകറിയാണ് കേട്ടാ. സിമ്പിൾ കറി. സിമ്പിൾ കറി തന്നെയാണല്ലോ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ ഇതാ. മീൻ ഇതാ. അത് മീൻ കറിക്ക് പിന്നെ മീൻ വേണ്ടേ? അയിലയാണ് കേട്ടോ, ചെറിയ അയിലയാണ്. പിന്നെ ഇതാ കറിവേപ്പില, മല്ലിപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് ചെറിയ ഉള്ളി, തക്കാളി, പച്ചമുളക്, കുടംപുളി, പിന്നെ വറവിടാൻ കുറച്ച് ഉള്ളി, പിന്നെ മഞ്ഞപ്പൊടി, ഇതൊക്കെ ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഞങ്ങൾ ഇവിടെയാണ്. അത്രയാണ് കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ കത്തി. എന്താ അതിന്റെ ഗുണം എന്ന് ഞാൻ ചോദിച്ചത് അമ്മ. എന്താണെന്ന് ചോദിച്ചില്ലേ? ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടൊരു ഗുണമുണ്ടെന്ന്. ഈ സാരി ഉടുക്കണത് കൊണ്ടൊരു ഗുണമുണ്ട് പറഞ്ഞില്ലേ? എന്താ ഗുണം അറിയോ? ഈ പഴയ സാരികളൊക്കെ പൊടി പിടിച്ചിട്ട് ഇപ്പം നമ്മുടെ കണ്ണിൽ കരട് വേണം, നമുക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അതുപോലെ ഈ സാരികളൊക്കെ അവിടെ അലമാരൻ്റെ ഉള്ളിൽ എവിടെയോ മുക്കിലിരുന്ന് നിലവിളിക്കായിരുന്നു. അമ്മ, ആരും ഉപയോഗിക്കാത്ത സംഭവങ്ങൾ, ആരും വില വെക്കാത്തത് നമ്മൾ ഉടുക്കുന്ന സാരി ആയപ്പോയോ അതിനൊരു വിഷമം ഉണ്ടാവും. കാരണം ഒരു കാലത്ത് നമ്മളൊക്കെ ഇഷ്ടത്തോടെ ഉടുത്തതിനെ കൊണ്ടു നടന്നതല്ലേ. പിന്നീട് അതിനൊരു മുക്കിൽ തള്ളി വെക്കുമ്പോൾ അതിന് അതിൻ്റെതായ വിഷമം ഉണ്ടാവും. അത് കാരണം സാരിയൊക്കെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ കാരണം കൊണ്ട് ഒന്നുമില്ല, ഞാൻ കാരണം കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഇതിൻ്റെ കുടുംബാംഗങ്ങൾ കാരണം കൊണ്ട് അതൊക്കെ പൊടി തട്ടി എടുത്തപ്പോൾ അതിൻ്റെ മുഖത്തും അതിനൊരു സന്തോഷം കിട്ടി. അതിൻ്റെ മുഖത്തല്ല, അതിനൊരു സന്തോഷം കിട്ടി സാരിക്ക്. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആ സാരി പ്രാവിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അവിടെ. ഞാൻ പഴയതായി, എന്നെ ആർക്കും വേണ്ട. ഇന്ന് ചില ആൾക്കാരൊക്കെ പറയില്ലേ, നമ്മളൊക്കെ വയസ്സായി, നമുക്കാരും വേണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പഴയതായ എന്നെ ഉടുക്കൂല്ല കൊടുക്കൂല്ല, അവിടെ തന്നെ വെച്ചെടുക്കാന്ന് വിചാരിക്കില്ലേ? ഞാൻ സ്വന്തമായിട്ട് മേടിച്ചതൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. ആരെങ്കിലുമൊക്കെ സ്നേഹത്തിന് പ്രസന്റ് ചെയ്ത സാരികൾ ഞാൻ കൊടുക്കാണ്ട് വെച്ച അങ്ങനെയുള്ള. അങ്ങനെയാണെങ്കിൽ അമ്മ ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒന്നും അമ്മ സ്വന്തമായിട്ട് മേടിച്ചില്ല. ഒന്നുമില്ല അച്ഛൻ അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ അങ്ങനെയല്ല. ഞാൻ കടയിൽ പോയിട്ട് അച്ഛൻ്റെ കൂടെ അങ്ങനെയൊക്കെ പോയിട്ട് മേടിക്കില്ലേ? അപ്പോഴും അമ്മ സ്വന്തമായിട്ടല്ലല്ലോ മേടിക്കണത്. ആരെങ്കിലും എന്നാലും അത് ഞാൻ ഇഷ്ടപ്പെട്ട് അവിടെ പോയി ഞാൻ മേടിക്കുന്നതല്ലേ. ഇത് ആരെങ്കിലും എനിക്ക് പ്രസന്റ് കൊണ്ടുവന്നതല്ലേ അവര്, ഞാൻ കാണാതെ. നമ്മുടെ സ്വന്തം എന്തുണ്ടെങ്കിലും അമ്മ ആർക്ക് വേണമെങ്കിലും കൊടുക്കൂലേ? അപ്പൊ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.25 സ്പൂണ് മുളക് പൊടി, അതായത് നമ്മുടെ എരിവിനനുസരിച്ച്. അതേ കണക്കിൽ തന്നെ മല്ലിപ്പൊടി. അപ്പൊ മക്കളെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളും നമ്മുടെ സ്വന്തമാണ്, ആർക്കെങ്കിലും കൊടുക്കാൻ വഴിയുണ്ട്. ഈ കുടംപൊടി, പിന്നെ ചെറിയ ഉള്ളി, ഇതൊന്നും വാട്ടണ്ട. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് വേപ്പില, ഇത്ര ഇട്ടിട്ട് നമ്മൾ പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ് ഇതിന് വേണമെങ്കിൽ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇത് വറവിടാത്ത കറിയാണ്, സിമ്പിളായിട്ട്. എൻ്റെ അമ്മയൊക്കെ എങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. അത് ഈ മീൻ വേവിനൊരു സമയം മാത്രം മതി വേണം. അമ്മ ചെറിയമ്മമാരൊക്കെ എങ്ങനെയാണ് ഒഴിക്കുക. പക്ഷെ അവർ കുടംപുളിയുടെ പകരം മറ്റേ വാളംപുളി ഇടാറുണ്ട്. എന്താ പറയുക, പാലക്കാട് ഞാനും കുറെ സ്ഥലത്ത് നോക്കിയമ്മ, ഏത് കുളത്തുനിന്നാണ് ഈ പുളി എടുക്കണമെന്ന് എനിക്ക് മനസ്സിലായി. കോടോ അല്ല, കുളത്തുനിന്നാണ്. കൊടംപുളി, അങ്ങനെ പറയും. കുളംപുളി എന്ന് പറയുമ്പോൾ ഞാൻ ഏത് കുളത്തുനിന്നാണ്? അല്ല, ഞാനെന്നല്ല കേൾക്കണ കാലത്ത് ഈ ചേച്ചി ഏത് കുളത്തിൽ പോയിട്ടാണ് പുളി എടുക്കണത്? ഇതെന്തറിയോ, എന്താ, പാലക്കാട്ടുകാരല്ലേ എൻ്റെ അമ്മയും ചെറിയൊക്കെ. അപ്പൊ അവര് വെക്കുമ്പോ അവര് വാളംപുളി ഒന്നുമില്ല, കുടംപുളി ഇടില്ല. നമുക്ക് ഏത് പുളി വേണമെങ്കിലും ഇടാട്ടോ. പുളിയല്ലേ ആവശ്യമുള്ളൂ. പിന്നെ അച്ഛനെന്താ മലപ്പുറത്തുനിന്ന്? അല്ല, അച്ഛനും പാലക്കാട്. പിന്നെ നമ്മുടെ കുടുംബേ പാലക്കാടല്ലേ? അച്ഛൻ നമ്മുടെ കാരണന്മാരൊക്കെ പാലക്കാടാണ്. എല്ലാരും കുടംപുളിയൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയല്ലോ. എന്റെ അമ്മയൊക്കെ കുടംപുളി ഉപയോഗിക്കുകയില്ല. ഈ കുടംപുളി എന്ന് ദിവസം രാവിലെ എനിക്കൊരു 3 പ്രാവശ്യം പറഞ്ഞാൽ അത് കുടംപുളി ആവാതെ മാറും. ആയിക്കോട്ടെ. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആവശ്യത്തിനുള്ള ചാറ്. അതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് നന്നായിട്ട് തിളക്കിയോ അതോ കുറെ നേരം കഴിഞ്ഞ് തിളക്കിയോ നമുക്ക് ഇതൊക്കെ ഒന്ന് അടച്ചു വെക്കാം. ഓക്കെ. അപ്പൊ അമ്മ ഒരു കാര്യം പറഞ്ഞത് ശരിയായില്ല കേട്ടോ. അമ്മയുടെ സ്വന്തമായത് എന്തോ അമ്മ കൊടുക്കുന്നു പറഞ്ഞില്ലേ? അപ്പൊ എന്റെ മിനുവിന്റെ കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. അച്ഛന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ പറ്റില്ല. അച്ഛന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. അച്ഛൻ അവകാശികളുണ്ട് എന്ന് വെച്ചാ അച്ഛൻ ആരാ അവകാശി ചോദിക്ക്. അച്ഛനമ്മയില്ലെങ്കിൽ കൂടെ പുറപ്പുകളുണ്ടല്ലോ, അവർ അന്വേഷിക്കില്ലേ? അപ്പൊ അമ്മയുടെ സ്വന്തമൊക്കെ അമ്മ കൊടുക്കുമ്പോ എന്നെ മിനുവിനൊക്കെ കൊടുക്കും.
അമ്മ അങ്ങനെ തന്നെ പറഞ്ഞേ, എന്റെ സ്വന്തമൊക്കെ ഞാൻ കൊടുക്കും പറഞ്ഞു. സ്വന്തമല്ല, ഞാനേ പോയിട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ എനിക്ക് കാശ് തരും. കുടുംബാംഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളൊക്കെ ഇപ്പൊ അമ്മയുടെ സ്വന്തമാണ്. അത് കാരണം ഈ അമ്മേനെ വിശ്വസിക്കരുത്. ഞങ്ങൾ ഏത് നേരത്തെ വേണേലും കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന അമ്പുജാശിന്. എനിക്ക് ഷോപ്പിങ്ങിന് നിങ്ങൾ അച്ഛനൊക്കെ പൈസ തരില്ലേ, അപ്പൊ ഞാൻ പോയിട്ട് മേടിക്കില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് നിങ്ങൾ എനിക്ക് തന്ന കാശ് എനിക്ക് സ്വന്തല്ലേ. അപ്പൊ ആ കാശ് കൊണ്ട് ഞാൻ പോയിട്ട് മേടിക്കുന്ന സാരിയോ എന്താണെങ്കിലും ഞാനത് ആർക്കെങ്കിലും കൊടുക്കും. വസ്തുക്കള് നമ്മുടെ സ്വന്തം എല്ലാം കൊടുക്കുക ചോദിച്ചപ്പോ പറഞ്ഞു അമ്മ. അങ്ങനെയല്ല, അതൊരു വാക്കിന് വെറുതെ അങ്ങനെ പറയുകയല്ലേ എന്റെ സ്വന്തമാണ് ഞാൻ. അപ്പൊ അതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ മേടിച്ചു തരില്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, പിന്നെ എന്റെ പുറപ്പുകളോ നിങ്ങളോ മക്കളോ അവരൊക്കെ ഓരോരോ എന്തിനെങ്കിലൊക്കെ ഇഷ്ടപ്പെട്ട് അവർ കൊണ്ടുവന്ന് തരുമല്ലോ. ആ സാധനങ്ങൾ ഞാൻ ആർക്കും കൊടുക്കില്ലാന്ന്. അതെനിക്ക് അവരുടെ ഒരു ഓർമ്മയല്ലേ, നൊസ്റ്റാൾജിയ. അതായത് അതുകൊണ്ട് അത് കാണുമ്പോഴൊക്കെ ഇതിപ്പോ ഞാൻ കൊടുക്കണം. എന്നിട്ടാണ് ഞാൻ ഇടയ്ക്കൊരു മറ്റേ നാരങ്ങ മിഠായി കൊണ്ടുവന്നിട്ട് അങ്ങനെ എടുത്ത് അച്ഛനെ കൊടുത്ത്. എടാ അത് അച്ഛനല്ലേ നാരങ്ങ മിഠായി തിന്നുന്നതല്ലേ, അതൊന്നും കുഴപ്പമില്ല. അത് ഒന്നും അമ്മ തിന്നായിട്ട് മുഴുവൻ എടുത്ത് കൊടുത്തല്ലോ. അതെനിക്ക് ഷുഗർ അല്ലേ, ഞാൻ ആഗ്രഹത്തിന് 2 തിന്നു, ബാക്കി അച്ഛൻ കൊടുത്തു. ഷുഗറുള്ള അമ്മ ഈ 2 തിന്നാൻ പാടുമോ? നീ എന്തിനാ കൊണ്ടുവന്നു? അത് പോട്ടെ. അതെ, നമ്മളെ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ കറക്റ്റായിട്ട് ഉത്തരം പറയൂ. ഭയങ്കര ബുദ്ധിശാലിയല്ലേ. അയ്യോ അങ്ങനെയൊന്നും പറയരുത്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തോറ്റുപോകും. എന്റെ ബ്രെയിനിന് ഒരുപാട് പണി കൊടുത്താൽ ഞാൻ ഉറങ്ങിപ്പോകും. ആണോ? അതെന്താട്ടെ. അതെ, നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കണ്ടിരിക്കുന്നത് ഗർഭിണി സ്ത്രീകൾ. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്മയുടെ വയറ്റിന്റെ ഉള്ളിലാണെങ്കിലും അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തു വന്നിട്ടാണെങ്കിലും ഒരുപാട് വലുതായിട്ടാണെങ്കിലും എന്തിന് മക്കളുടെ മൂക്കിൽ പല്ല് വന്നിട്ടാണെങ്കിലും മക്കൾ ചാവാൻ കിടക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ അമ്മേനെ കൊണ്ട് ഛർദ്ദിപ്പിക്കണം മക്കൾ തന്നെയാണ്. കാരണം ഗർഭിണിയായിരിക്കുമ്പോൾ വയറ്റിനുള്ളിൽ ചവിട്ടിയിട്ടും കുത്തിയിട്ടും വേറെ രീതിയിലൊക്കെ ഛർദ്ദിപ്പിക്കും. ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടാത്ത പറഞ്ഞിട്ടും അമ്മേനെ സ്വൈരം കൊടുക്കാണ്ടൊക്കെ ഛർദ്ദിപ്പിക്കണം മക്കൾ തന്നെ അവനാ വഴി. ശ്രദ്ധിക്കുക ആരെ? അയ്യോ അങ്ങനെയൊന്നും ഒരു അമ്മ ഒരിക്കലും മക്കളോട് ചോദിക്കരുത്. പൂത്തിരായ മക്കളോട് ഒരിക്കലും ചോദിക്കരുത്. അമ്മ ഞങ്ങളൊക്കെ ആരെ ശ്രദ്ധിക്കുന്ന അമ്മേന്റെ അടുത്ത് പറയാൻ പറ്റും. എന്താ ബുദ്ധിപൂർവ്വം എന്റെ അമ്മ അങ്ങനൊന്നും ഒരു അമ്മയും മക്കളോട് ചോദിക്കാം. അത് പെൺകുട്ടിയോടായാലും ആൺകുട്ടിയോടെ ചോദിക്കരുത് അമ്മ. ഇതെന്താ പറയാ, ഞാനിപ്പോ വേണമെങ്കിൽ നുണ പറയാ അതെന്റെ അമ്മയാണെന്നൊക്കെ പറയാ. അതൊന്നും ശരിയല്ല. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനൊക്കെ ആൾക്കാരൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടായെന്ന് വരും. പക്ഷെ അത് പറഞ്ഞിട്ട് അമ്മേനോടൊക്കെ ഇത് പറയാൻ പറ്റുമോ അമ്മ? നോക്കമ്മ, ഇത് ഇത്ര ആൾക്കാർ കാണുന്നതല്ലേ. അത് കാരണം ഞാൻ സത്യം പറയട്ടെ. ഇപ്പൊ അമ്മ ചോദിച്ചു നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണത് ആരാന്ന്. എനിക്ക് വേണമെങ്കിൽ പറയാം. അമ്മേനെ സ്നേഹിക്കണം മകൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എന്നെ നല്ലത് പറയുമ്പോൾ എൻ്റെ അമ്മയാണ്, അച്ഛനാണ്, സഹോദരനാണ്, സഹോദരിയാണെന്നൊക്കെ എനിക്ക് പറയാം. പക്ഷെ അതൊക്കെ നുണയാണെന്ന് കേൾക്കാം. അതായിരിക്കാം, ആണ്. പക്ഷെ എന്നാലും ആരെങ്കിലും ഒരാളെ ശ്രദ്ധിക്കാൻ ഉണ്ടാവില്ല നമുക്കൊക്കെ എവിടെയെങ്കിലും. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടാവല്ലോ. പക്ഷെ ആ ശ്രദ്ധേനെ പറ്റിയൊന്നും ഒരിക്കലും ഒരു അമ്മമാര് മക്കളോട് ചോദിക്കരുത്. അത് ശിക്ഷാർഹമാണ് അമ്മ, കുറ്റാണ്. നമ്മളെ ഒരുപാട് ശ്രദ്ധിക്കുന്നവര് എന്നെ ഒരുപാട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാ അമ്മ എന്നെ ഞാര് ഞാൻ പറഞ്ഞില്ലേ അമ്മ, ഒരു പെട്ടിക്കടയിൽ ഒരു വയസ്സായ അമ്മച്ചിയില്ലേ, അവർ ഞാൻ എപ്പോൾ പോയാലും വന്നോ എന്ന് ശ്രദ്ധിക്കും. ആ സെന്ററിൽ പോയാൽ മതി, അമ്പലനടേൻ്റെ അടുത്ത് പോയാൽ മതി, വന്നോ എന്ന് ശ്രദ്ധിക്കും. കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കൈമാടി വിളിക്കും. ഞാൻ പറയാറില്ല അമ്മേനെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന്. ഇപ്പൊ ഛർദ്ദിക്കണതും അല്ല ശ്രദ്ധിക്കണതും അല്ലേ, പിന്നെന്താ? നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരറിയോ? നമ്മളെ എന്തു ചെയ്യാണ്, നമ്മൾ എവിടെ പോവാണ്, നമ്മുടെ വീട്ടിലേക്ക് ആര് വരികയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് എന്താ ഒരു കുറ്റം കിട്ടാന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്ന ചിലർ എന്തറിയോ? അവരാണ് നമ്മുടെ കൂടുതൽ ശ്രദ്ധിക്കുക. അതാരാണെന്ന് മനസ്സിലായോ? നമ്മുടെ തീരെ ഇഷ്ടമില്ലാത്തവര്, അതായത് അവരായിരിക്കും നമ്മുടെ എല്ലാത്തിലും അവരുടെ ശ്രദ്ധ ഉണ്ടാകും. കാരണം അത് ശരിയാണ്. എന്താ പറയാ, ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അവരെന്നും വേണമെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നന്നായിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നെങ്കിലും വിളിച്ചിട്ട് ആഴ്ചക്ക് ഒരു ദിവസം നമ്മളൊന്ന് ഫോൺ വിളിച്ച് അന്വേഷിക്കും, അല്ലെങ്കിൽ ഒന്ന് വന്ന് കണ്ടുപോയി എന്നൊക്കെ വരും. പക്ഷെ നമ്മളോട് അസൂയയും വെറുപ്പുള്ള ആൾക്കാർ എങ്ങനെ അറിയോ? ഇവൻ അഥവാ രക്ഷപ്പെട്ടു എന്ന് മിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ
ചങ്ക് പൊട്ടിയിട്ട് ചിലപ്പോൾ വീട്ടിലിരുന്ന് കരയും. ഇനി എവിടെയെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാശുണ്ടാക്കിയിട്ട് ആഘോഷിക്കും. അപ്പോൾ അവരുടെ ആഘോഷങ്ങളിലും വിഷമങ്ങളിലും അവരുടെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളിലും യഥാർത്ഥമായിട്ട് നമ്മളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്ന് പറഞ്ഞാൽ നമ്മളോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുക. ശരിയല്ലേ? പോയിന്റ് ടു ബി നോട്ടഡ്. വളരെ നല്ല പോയിന്റ് ആണ് കേട്ടോ. നമ്മളൊക്കെ പെട്ടെന്ന് വിചാരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാരാ പറഞ്ഞാൽ സ്നേഹിക്കുന്നവരും നമ്മളെ ശ്രദ്ധിക്കുന്ന അവര് നമുക്ക് നല്ലത് പറ്റുന്ന പ്രാർത്ഥിക്കും. അല്ലാണ്ട് നമ്മൾ എന്ന് വെച്ചാൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നത് ആ ശ്രദ്ധിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവൻ എവിടെയെങ്കിലും ഒന്ന് വീഴണം, ഇവൻ എവിടെയെങ്കിലും ഒന്ന് തോൽക്കണം. ഇവൻ ഉദ്ദേശിക്കണത് മേലല്ല, ഫീമെയിലും മേലും ഒക്കെ പെടും. ഈ വ്യക്തി വീഴണം, ഈ വ്യക്തി തോൽക്കണം എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ജയിച്ചു എന്ന് കണ്ടുകഴിഞ്ഞാൽ എന്തെങ്കിലും കുറ്റം അല്ലെങ്കിൽ ഒരു കുറ്റം ഉണ്ടെങ്കിൽ അതിന് 10 കുറ്റം ഉണ്ടാക്കി എനിക്ക് പറയാൻ പറ്റുമോ, അതുകൊണ്ട് എനിക്കൊരു സന്തോഷം കിട്ടുമോ, അതുകൊണ്ട് അവൻ്റെ പേരൊന്ന് മോശമായി പോവോ, ഈ സമൂഹത്തിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്തൊരു ഗതിയിലേക്ക് അവൻ വരുമോ എന്ന് പറഞ്ഞ് നമ്മളെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ചില വർഗ്ഗങ്ങളുടെ പേരാണ് നമ്മളോട് അസൂയയുള്ള ജനങ്ങളെന്ന് പറയുക. എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരും എന്നാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരും അവർ മാത്രമാണ്. പക്ഷേ അവരെ ഒരിക്കലും നമ്മൾ വെറുക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞാൽ അവര് നമുക്ക് നല്ലതാണ് ചെയ്യുന്നത്. കാരണം എന്താ പറയുക, അങ്ങനെ ചിലരുള്ളത് കൊണ്ടാണ് നമ്മൾ നല്ല രീതിയിൽ നടക്കുക. കാരണം അപ്പോൾ നമുക്ക് തോന്നും ഇവര് അവരുടെ ഈ ശ്രദ്ധയും അവരുടെ ഈ കുറ്റം കണ്ടുപിടിക്കലും ഒക്കെ കൊണ്ട് നമ്മൾ നല്ല രീതിയിലേ നടക്കുകയുള്ളൂ. ഒരിക്കലും അവരുടെ മുമ്പ് നമ്മൾ തോൽക്കാൻ പാടില്ല. തെറ്റ് ചെയ്ത് അവരുടെ മുന്നിൽ നമ്മൾ തെറ്റുകാരാവരുത്, അവർക്ക് വിരൽ ചൂണ്ടാനുള്ള വഴി നമ്മൾ ഉണ്ടാക്കരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെ നല്ല രീതിയിൽ നടക്കാനും ഇനിയിപ്പോൾ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാനും നല്ല സ്വഭാവത്തോടെ നടക്കാനും ആരുടെ കയ്യിൽ നിന്നും ഒന്നും നമുക്ക് വേണ്ടാത്തത് കേൾക്കാത്ത രീതിയിൽ നമ്മുടെ സ്വഭാവത്തെ മാറ്റാനും ഒക്കെ അവർ നമുക്കൊരു കാരണമാണ്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രചോദനമാണ്. അതുകൊണ്ട് അവര് നമ്മളൊരിക്കലും വെറുക്കരുത്. നമ്മുടെ ചുറ്റും അങ്ങനെ ചിലരുണ്ടെങ്കിലാണ് നമുക്ക് ജീവിക്കാനൊരു പ്രചോദനമുള്ളൂ. അപ്പോഴാണ് നമ്മൾ അല്ലാണ്ട് ഇപ്പോ നന്മകളില്ല അല്ലേ, എവിടെയൊക്കെ ഉള്ളു കുറച്ച് നന്മകൾ പറയുകയാണെങ്കിൽ എല്ലാം മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സൗഹൃദ ബന്ധങ്ങൾ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, കുടുംബ ബന്ധങ്ങൾ കുറഞ്ഞു പോയി, രക്തബന്ധങ്ങൾക്ക് വിലയില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അസൂയ ബന്ധം കൂടി പോയി കഴിഞ്ഞാൽ എന്താവും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രചോദനം ഉണ്ടാവില്ല. കാരണം ഇത് ശരിക്കൊരു നല്ലൊരു മെസ്സേജാണ്. കാരണം പലരും പറയും എന്താണെന്നറിയില്ല, ഞാൻ എന്തെന്നെ ചെയ്താലും ഇവറ്റങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ല എന്ന് പറയാം. അവരോട് പറയാണ്, അങ്ങനെ ഒരാൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെച്ചൊരു കയറ്റം കയറാനുള്ള ഒരു ഡീസലോ പെട്രോളോ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുന്നത് അവരാണ്. അവൻ്റെ ഇന്ധനം കൊണ്ടാണ് നിങ്ങളെന്ന വ്യക്തി നന്നായി ജീവിക്കുന്നത് ചിന്ത നിങ്ങൾക്ക് വരുന്നത്. വെറും ഒരു പന്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിൽ തീ കൊടുത്തു മാത്രമാണ് പ്രകാശം ഉണ്ടാവുള്ളൂ പറയും പോലെ നിങ്ങളെന്ന പന്തത്തിനെ തീ കൊളുത്തി വിടുന്ന അന്തമില്ലാത്ത ആ ജനങ്ങളുള്ളവരെ നല്ല ബന്ധത്തോടു കൂടി നിങ്ങൾ ജീവിക്കും അല്ലേ? അപ്പൊ അതിൽ ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോ അമ്മ പറയുന്നതെല്ലാം ഞാനടക്കം ഇവിടെയുള്ള എൻ്റെ കുടുംബാംഗങ്ങൾ അത് അമ്മക്ക് ഇഷ്ടാവരുത്, നമ്മുടെ കുടുംബാംഗങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അമ്മ ബുദ്ധിശാലി ആയതുകൊണ്ടോ ഞങ്ങളൊക്കെ മണ്ടന്മാരായതുകൊണ്ടോ അല്ല, അമ്മേനോടുള്ള സ്നേഹം കൊണ്ടാണ്. മനസ്സിലായില്ലേ? പരസ്പരം നമ്മൾ അങ്ങടും ഇങ്ങടും നമുക്കറിയാവുന്ന അറിവുകൾ പങ്കിടുക, എന്നിട്ട് അതിൽ തെറ്റുകൾ വരുമ്പോൾ അവർ നമുക്കത് ചൂണ്ടിക്കാണിക്കുക എന്നാണ് ഈ അറിവ് പങ്കിടുന്നതിൻ്റെ ഇഷ്ടം. അത് അംഗീകരിക്കണമെങ്കിൽ നിങ്ങളോട് അമിതമായൊരു സ്നേഹം അവർക്ക് ഉണ്ടാവണം. അത് ഉണ്ടാവാണ്ടായിക്കഴിഞ്ഞാൽ ഒരാളും കേൾക്കാനും അംഗീകരിക്കാനും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബുദ്ധിശാലിയാണ്, എന്നെക്കാട്ടിലും വലുത് ഈ ലോകത്തില്ല എന്നുള്ള ഒരു ചിന്തയും നമുക്ക് ആർക്കും വരരുത്, ഓരോ വ്യക്തികൾക്കും വരാൻ പാടില്ല. അത് എന്തുകൊണ്ടാണ് അംഗീകാരം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാനുള്ള ആൾക്കാർ അപ്പുറത്തിരിക്കുമ്പോൾ നമ്മൾ പറയുന്ന വിഡ്ഢിത്തരം പോലും എന്താവും, ഒരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ച വാക്യം പോലെയാവും. ആ വിഡ്ഢിത്തരത്തിൽ ഒരു നല്ലൊരു അർത്ഥം കണ്ടുപിടിക്കുന്നതാണ്. അമ്മ വിഡ്ഢിത്തരം പറഞ്ഞൊന്നല്ല, നമ്മൾ പറയുന്ന വാക്കുകളിൽ ചെറിയ തെറ്റുകളുണ്ടെങ്കിലും ആ തെറ്റുകളുടെ ഉള്ളിലും കൂടി ഒരു നന്മ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പം അമ്മേനോട് എനിക്ക് തീരെ ഇഷ്ടമല്ല എന്ന് വിചാരിച്ചോളൂ, അമ്മ പറയണ വേദവാക്യം പോലും എനിക്ക് ബോറടിച്ച് പോകും. മനസ്സിലായില്ലേ? അതിൻ്റെ പകരം അമ്മ ഇനിയിപ്പോൾ അറിവില്ലായ്മ പറയുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അറിവിൻ്റെ ഒരു ശബ്ദം വന്നോ ഞാൻ കണ്ടുപിടിച്ച അറിവിനെ മാത്രം ഞാൻ ശ്രദ്ധിക്കും. അതെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം നൽകുന്ന ഔദാര്യമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒരിക്കലും ഒരാളും എവിടെയും എപ്പോഴും ഇത് പറയാൻ പാടില്ല, ഞാനാണ് ജ്ഞാനി എന്നൊരിക്കലും പറയരുത്. അതെന്താ പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഈ സമൂഹത്തിൽ എല്ലാവരും ജ്ഞാനം ഉൾക്കൊള്ളണമെങ്കിൽ
ജ്ഞാനം നൽകുന്ന ഗുരുവോടൊരു ബഹുമാനമാണെന്ന് പറയും അല്ലേ? ആ ബഹുമാനത്തിന് വേറൊരു പേരും കൂടി ഉണ്ട്, സ്നേഹം അല്ലേ? അതുകൊണ്ടാണ് സമ്പൂർണ്ണതയാവുന്നത്. തക്കാളി പച്ചമുളക് ഉപ്പടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു അഹം നിറച്ചാണ് നമ്മളൊരു കാര്യം ഒരാളിനെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനം പറയും ഇവർക്ക് മാത്രമാണ് ഇതൊക്കെ അറിയുക, ഇതൊക്കെ സാധാരണ ഒരു കാര്യമാണ്, ഇതൊക്കെ പറയാൻ ഇവർ വരണമെന്ന് ചിന്തിക്കും. അതിൻ്റെ പകരം സ്നേഹം നിറച്ചാണ് നമ്മളത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ ചെറിയ ചെറിയ വാക്കുകളും ഒരു വലിയ വലിയ അർത്ഥത്തോടു കൂടി എൻ്റെ കുടുംബത്തിൻ്റെ ഒരു അംഗം, എൻ്റെ സഹോദരിയാണ് പറയുന്നത്, എൻ്റെ അമ്മയാണ് പറയുന്നത് തോന്നലോടുകൂടി സ്വീകരിക്കുമ്പോഴാണ് ഓരോ വാക്കുകളും പൊന്മുത്തുകളാവണത് എന്നാണ് എൻ്റെ ടീച്ചറായ അംബുജ ടീച്ചർ എന്നെ പഠിപ്പിച്ചെടുക്കുന്നത്. അത് സമ്മതിച്ചല്ലോ, നിന്റെ ടീച്ചറാണ് ഞാനെന്ന് സമ്മതിച്ചല്ലോ. അംബുജ ടീച്ചറിൻ്റെ ചേച്ചിയായ എൻ്റെ വല്യമ്മയായ മറിയം ജോർജ് എന്ന് പറഞ്ഞ ടീച്ചറും ഇത് തന്നെയാണ് പഠിപ്പിച്ചെടുക്കുന്നത്. അതെ, അവരും അതൊക്കെ തന്നെയാണ് പഠിപ്പിച്ചെടുക്കുന്നത്. പിന്നെ ഇടയ്ക്ക് ഓരോരുത്തർ മെസ്സേജ് ഇട്ടിട്ട് എന്നോട് ചില സമയത്ത് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ അമ്മ പറയില്ലേ, ഇടയ്ക്ക് ഞാൻ കാണുകയും ചെയ്യുമല്ലോ, അവരൊക്കെ ഓരോന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതും ഇത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പൊ അമ്മ പറഞ്ഞില്ലേ അതെ. അപ്പൊ ചിരിക്കുക. അപ്പൊ എന്താ പറയുന്നറിയോ, പിന്നെ വല്യമ്മ അടിക്കൊന്നുമില്ല, എന്നെ കണ്ടാ കെട്ടിപ്പിടിച്ചു നോക്കുന്നത്. അതൊന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ എന്താ ഇത് മാത്രം പറയണം, നല്ലത് പറഞ്ഞതൊന്നും അമ്മ പറയുന്നില്ലല്ലോ. അതൊന്നും ഞാൻ എപ്പോഴും കാണില്ല നമ്മൾ വിചാരിക്കരുത്, അതൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. അപ്പൊ അമ്മയെ മാത്രമൊന്നുമല്ല, എന്നെ സ്നേഹിക്കാറുണ്ട്, നമുക്ക് മനസ്സിലായല്ലോ. ഞാൻ പറയാറില്ലേ ഇന്നത്തെ മുഴുവൻ പറഞ്ഞു തന്നില്ലേ ഞാൻ? ഇല്ലല്ലോ. അയ്യോ പറഞ്ഞല്ലോ. ഇല്ലല്ലോ. അച്ഛനോട് ചോദിക്കാൻ നിൽക്ക്, നീ ഇല്ലല്ലോ എന്ന് പറയരുത്. അതിനിപ്പോ അമ്മ അതിന് വേണ്ടിട്ട് എനിക്ക് ഇപ്പൊ പള്ളിയിലേക്കൊന്നും വരാൻ പറ്റില്ല. ഒന്നാമത് ഇന്നത്തെ ദിവസം ഒന്നും പള്ളി ഉണ്ടാവില്ല. അച്ഛനോട് അതല്ല, ഞാൻ നിന്നോട് നല്ല മെസ്സേജ് വരുമ്പോ മോനെ നിന്നത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറയാറില്ലേ? ആണോ? ഉണ്ട് 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 ഉണ്ട്. ഇനിയിപ്പോ ഇല്ലാന്ന് പറഞ്ഞപ്പോ അതിനുള്ളത് കിട്ടുമായിരിക്കും. ഉണ്ട്. നീ സത്യം പറയണം കേട്ടോ. സത്യമായിട്ടും പറയാറുണ്ട്, സത്യമായിട്ടും പറയാറുണ്ട്. പോരെ? സമ്മതിക്ക്. ഓ എന്താണറിയോ, ഭയങ്കര സാധനമാണ്. ഞാൻ പറയാറൊക്കെ ഉണ്ട് അമ്മ പറയാറുണ്ടെന്ന് അവർക്കും അറിയാം, ഞാനത് കേൾക്കാറുണ്ടെന്നും അവർക്കും അറിയാം. അമ്മ വിശ്വാസം അമ്മ ടീച്ചർ ഒരു കാര്യം ഇങ്ങോട്ട് കേട്ടോളൂ. അമ്പ ടീച്ചറെ, ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു കണ്ണാടി പോലെയാണ്. ഒരു കണ്ണാടി ഇല്ല, കേൾക്കും അമ്മ. അല്ല, എല്ലാ അമ്മമാരും മക്കൾക്ക് ടീച്ചറാണ്. അപ്പൊ എൻ്റെ ടീച്ചറായ അമ്പുജ ടീച്ചറെ ഒന്ന് കേട്ടോളൂ. ഈ വിശ്വാസം എന്ന് പറയണ ഒന്നുണ്ടല്ലോ, അതൊരു മിരർ പോലെയാണ്, ഒരു കണ്ണാടിയാണ്. മനസ്സിലായില്ലേ? അതൊരിക്കലും ഉടഞ്ഞു പോവാതെ സൂക്ഷിക്കണമ്മ. ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പണ്ടത്തെ പോലെ ആവില്ല. എത്ര ചേർത്ത് വെച്ച് ഒട്ടിച്ചു വെച്ചാലും ആ കണ്ണാടി പിന്നെ ഒരിക്കലും അങ്ങനെ ആവില്ല. പുതിയൊരു കണ്ണാടി മേടിക്കേണ്ടി വരും. അതുപോലെയാണ്. അമ്മ എന്നെ വിശ്വസിച്ചോളൂ, ഞാൻ അമ്മേനെ വിശ്വസിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ചുമ്മാ പറഞ്ഞല്ല, അമ്മ എല്ലാം പറയും. പക്ഷെ ഏറ്റവും കൂടുതൽ പറയണ എന്നെ ചീത്ത പറഞ്ഞത് മാത്രമാണ്. അതിലാണ് അമ്മക്ക് അതെന്താറിയോ, ഞാൻ ഫോൺ ചെയ്യും ഇടയ്ക്ക്, ഊണ് കഴിക്കാൻ വരാൻ പറ്റിയില്ലെങ്കിൽ ഫോൺ ചെയ്യും. അപ്പൊ ഞാൻ പറയൂടാ നിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാം. അപ്പൊ ഇവനെ എന്തെങ്കിലും ചീത്ത പറഞ്ഞതാണ് അന്ന് അപ്പ പറയാ. പക്ഷെ നേരിട്ട് വന്നിട്ട് ഞാൻ എല്ലാം പറഞ്ഞു തരാറില്ലേ? ഇല്ലേ? ഉണ്ട്. പിന്നെ പക്ഷെ എന്നാലും അമ്മ ഈ ചൂടത്ത് അമ്മ നൈറ്റിലേക്ക് തന്നെ വന്നോ? എന്താ പറയുക, ചൂടത്ത് എങ്ങനെ നമുക്ക് വേണ്ട ഞാൻ വെറുതെ പറഞ്ഞു. അമ്മ എങ്ങനെയാച്ചാ വന്നോ, അമ്മയുടെ സൗകര്യമല്ലേ. പക്ഷെ കുറേ നേരം നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. രാവിലെ തൊട്ട് നിൽക്കുകയല്ലേ, രാവിലെ ഇഡ്ഡലി എല്ലാം ഉണ്ടാക്കുമ്പോൾ അല്ല എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ചെയ്യില്ലേ, ആ സമയത്ത് നമ്മുടെ ഈ ക്ലൈമറ്റിന് പറ്റില്ല. അതല്ല എന്തറിയോ, അത് മാത്രമൊന്നുമല്ല, ഞാൻ നാളും പറഞ്ഞു ഇന്നും പറയണോ, ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറത്ത് ഒരു 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 സംഭവം ഉണ്ട്. ഞാൻ ഇനി പറയുന്നില്ല, അത് അവർക്കൊക്കെ മനസ്സിലായി. കാരണം സാരി ഉടുത്താലാണ് അമ്മയ്ക്ക് ഭംഗി എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. ആരോ അല്ല, ഒരുപാട്. പക്ഷെ അതിലൊരു കാര്യം ഉണ്ടമ്മ, സാരി അമ്മയ്ക്ക് മാത്രമല്ല. ഒന്ന് ഉടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ മാറാൻ എനിക്ക് പറ്റില്ല. എന്തറിയോ, ഈ രാവിലെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ പിന്നെ മേക്കഴിക്കതിന് ശേഷം മാത്രമേ മാറത്തുള്ളൂ. പിന്നെ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു കാര്യം ഉണ്ടമ്മ ടീച്ചറെ, അതിന്റെ ഒപ്പം ഒരു കാര്യം കൂടി മറക്കരുത്. എന്താ അറിയോ, എന്തിനാണ് ടീച്ചറെന്ന് വിളിച്ചാൽ നമ്മൾ ചോദിച്ചാലേ ഇതുവരെ? ഈ ലോകത്തുള്ള എല്ലാ മക്കളുടെ അമ്മമാരും ഒരു ടീച്ചറാണ്. അതെല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ ഇങ്ങനെ സില്ലി ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. അമ്മയ്ക്ക് തന്നെയാണ് അതിൻ്റെ കുറവ്.
ഒന്നുമില്ലെങ്കിൽ അമ്മ ഒരു കഥ പറിച്ച് ഒരു കഥയൊക്കെ പറയുന്ന ഒരാളല്ലേ. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥയൊക്കെ അമ്മ പറയുന്നില്ലേ, അത് നമ്മളൊക്കെ അംഗീകരിക്കുന്നില്ലേ. പിന്നെ ഇങ്ങനെ ചോദിക്കാൻ പാടുമോ എന്തുകൊണ്ടാണ് ടീച്ചർ എന്ന് വിളിക്കുന്നത്? പുതുതായിട്ട് വിളിച്ചാൽ മനസ്സിലാക്കണം, പഴയ ചൊല്ലാണത്. ഓരോ അമ്മമാരാണ് മക്കളുടെ ടീച്ചർ എന്നുള്ളത്. അതിന് TCH പാസ്സാവണം. വെറുതെ ഇഷ്ടമാണ് വന്നിട്ട് വീട്ടിൽ വന്നിട്ട് മീൻകറി വെച്ചുകൊണ്ടിരുന്നാ പോരാ. കേട്ടില്ല, ചെവി ഒരെണ്ണം കുറവായത് കൊണ്ട്. 16 വയസ്സിൽ കല്യാണം കഴിച്ച അയച്ച ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാ ടീച്ചർ ആവാൻ പറ്റിയ? അത് ആരുടെ കുറ്റാണ്? നമ്മുടെ അച്ഛനും അമ്മയും ചെയ്ത കുറ്റല്ലേ. ഈ വലിയൊരു കാട്ടുമുക്കായിരുന്നില്ലേ ആ സ്ഥലം. അങ്ങോട്ട് കല്യാണം കഴിച്ച് അയച്ചിട്ട് ടീച്ചറാവണം അത്ര. ടീച്ചർ അമ്മ ശരിക്കും ഒരു കൊക്കോ പ്ലെയർ ആയിരുന്നില്ലേ? ആയിരുന്നു അല്ലേ? അതൊക്കെ ആയാൽ മതിയായിരുന്നു. അതെങ്കിലും ആയാൽ മതിയായിരുന്നു. അതിനെങ്കിലും വിട്ടോ. അപ്പോഴേക്കും കല്യാണം കഴിച്ച് അയച്ച് എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കണേ, എനിക്ക് കല്യാണം കഴിക്കണേ എന്ന് നിലവിളിച്ചിട്ട് കല്യാണം കഴിച്ചിട്ട് ഇപ്പം പറയാണ് എനിക്ക് ടീച്ചറാവണമെന്ന്. ആരാ പറഞ്ഞു? അച്ഛൻ 2 കൊല്ലം നീട്ടി വെക്കാറുണ്ടത്ര നമ്മുടെ അച്ഛൻ. അപ്പം അമ്മ അവിടെ നിലവിളി എനിക്ക് പറ്റില്ല, ആ പൊന്നു പോലത്തെ ചെക്കൻ ആരെങ്കിലും കൊണ്ടുപോകുന്നു. അപ്പോഴാണ് കല്യാണം പെട്ടെന്ന് നടത്തിയത്. എന്നിട്ട് നമ്പർ അടിക്കുകയാണ് അമ്മ. അന്ന് ഏതോ ഒരു പഴയ സിനിമ നടനെ പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ അതന്നെ വേണം വന്നിട്ട് പിന്നാലെ വേണത്. അപ്പൊ അമ്മയുടെ അച്ഛൻ പറഞ്ഞു മോളെ ഇനി നല്ലത് വരും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ. പറ്റില്ല അച്ഛാ, അതില്ലെങ്കിൽ എനിക്ക് ഇനി കല്യാണേ വേണമെന്ന്. 16 വയസ്സിലെ എൻ്റെ ഭഗവാനെ. 16 17 അമ്മ എന്തെങ്കിലും ആവട്ടെ. എന്താ അച്ഛൻ തന്നെ അല്ലേ? എന്നിട്ട് അത് നടന്നില്ലേ, പിന്നെന്തിനാ നമുക്ക് ദേഷ്യപ്പെടും? ഇല്ല. അപ്പൊ അച്ഛൻ നുണ പറയേ? അച്ഛനും പറഞ്ഞിട്ടില്ല, നീ പറഞ്ഞു. അപ്പൊ അമ്മയുടെ മാമൻ നുണ പറഞ്ഞാണല്ലേ? മാമനും പറയില്ല, ഇതൊക്കെ നീ ഉണ്ടാക്കി പറയാണ്. നമ്മുടെ മാമനും പറയില്ലെന്നോ? മാമനും ഈ ഒന്നും പറയില്ല. നല്ല രസമായിട്ട്. എനിക്ക് ഈ മീൻകറി ഇല്ലേ, അതിലും ഈ മസാല അതിന്റെ മുകളിൽ ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ ഇരിക്കരുത്. ഇങ്ങനെ മീൻ ഇങ്ങനെ എടുക്കുമ്പോ കണക്കി അതുപോലെ കാണണം. അതുപോലെ കാണുമ്പോഴാണ് അതിലൊരു ടേസ്റ്റ്. ഇതൊക്കെ ചൊടിയൊക്കെ ഉള്ള കറിയാണ് തോന്നുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞു എരിവ് കുറയും. അച്ഛൻ കുറേ ദിവസമായി പറഞ്ഞു നീ ഇപ്പൊ എരിവ് കുറവാണ്. അതല്ല, ഈ വളങ്ങിന് എരിവ് കുറവാണേ, അതാണ്. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൻ്റെ ചാപ്റ്റർ അമ്മ മറന്നുപോയി എൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക്. അതൊരു സത്യമാണ്. നിങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറച്ച് അസൂയപ്പെടുന്ന ആൾക്കാർ, നിങ്ങളെ വെറുക്കുന്ന ആൾക്കാരെ കണ്ടാൽ വെറുക്കുന്ന ആൾക്കാരുണ്ടാവും. സാധാരണ വെറുപ്പൊന്നുമല്ല, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ചെറിയ വെറുപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങളെ വെറുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമായിട്ട് കരുതിക്കൊള്ളൂ. കാരണം എല്ലാ ബന്ധങ്ങളും മാഞ്ഞു പോയി കൊടുക്കുന്ന ഈ കാലത്ത് ഇത്രയും അസൂയപ്പെടുന്ന ബന്ധങ്ങൾ അവിടെ ഇരുന്നോട്ടെ. ഇതൊക്കെ ഭാവിയിൽ എന്ന് വെച്ചാൽ ഒരു തലമുറ കഴിഞ്ഞ് ഇനിയൊരു തലമുറയൊക്കെ വരുമ്പോഴേക്കും നമുക്കൊരു കഥ പറയാം, ഇങ്ങനെയും ചില ആൾക്കാരുണ്ടായിരുന്നു. കാരണം എല്ലാം മാഞ്ഞു പോകും. അപ്പോൾ അതുവരെ എങ്ങനെ ഒരു പ്രോത്സാഹനമായിട്ട് അവർക്ക് അങ്ങനെ കടന്നോട്ടെ, അവർക്ക് അങ്ങനെ നിൽക്കട്ടെ. നമ്മുടെ എണ്ണയില്ലാത്ത വണ്ടിയിൽ എണ്ണ ഒഴിക്കാനും കത്താത്ത ബന്ധത്തിന് തീ കൊടുത്താനും അവരെന്നും ഉണ്ടായി ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഉന്മേഷങ്ങൾ കൂടി വരട്ടെ. അവരെ വെറുക്കാണ്ടിരിക്കട്ടെ. മുന്നോട്ടുള്ള യാത്രയ്ക്കെന്നും നമ്മുടെ വഴി നീളം അവരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സവും മനോധൈര്യം ഒരിക്കലും അതുകൊണ്ട് കുറയാണ്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അംബുജ മോഹൻ്റെ ഒപ്പം ഈ പാവപ്പെട്ട മകൻ നിങ്ങൾക്ക് ബായ്. അമ്മ പറയുന്നില്ലേ ഇന്ന് കഴിക്കാനൊന്നും വിളിക്കില്ല കേട്ടോ അമ്മ. മീൻകറി കൂട്ടി മീൻ വറുത്തതും ഉണ്ട് കേട്ടാ, വറുത്തതും പിന്നെ ഇത്തിരി മുരിങ്ങത്തോരനും വെക്കുന്നുണ്ട് ഞാന്. അപ്പൊ അതൊക്കെ കൂട്ടി നിങ്ങൾ കൊണ്ടുവയ്ക്കാൻ വരും. ഓക്കെ, അപ്പൊ ബൈ.